ഹായ് ഫ്രണ്ട്സ്, ഹൗറ റെസിപ്പി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന റെസിപ്പിയാണ് ചിക്കൻ മോളി. ചിക്കൻ മോളി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു ടേസ്റ്റുമാണ്. മല്ലിപ്പൊടിയൊന്നും യൂസ് ചെയ്യാത്ത വെറും മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ കുറച്ചൊരു അരമണിക്കൂർ മുന്നേ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ചിക്കൻ മോളിക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ പാലാണ്. അത് നല്ല കട്ടിയിലെടുത്തതാണ്. പിന്നെ ഒരു 20ഓളം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ 2 ചെറിയ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയും അതുപോലെ 8 പച്ചമുളകും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. ആവശ്യത്തിന് മല്ലിച്ചപ്പും പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കുറച്ച് ജീരകം, അതൊക്കെ കുറേശ്ശെ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ മുഴുവൻ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ചതുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഞാനിവിടെ മുഴുവൻ എടുത്തിരിക്കുന്നത് അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഒരു പാൻ എടുത്ത് അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മളെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അധികം ഡ്രൈ ആവണ്ട. ഒരു മസാലയൊക്കെ ഇങ്ങനെ കാണത്തക്ക വിധത്തിലുള്ളൊരു പൊരിയൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ പൊരിച്ച അതേ എണ്ണയിൽ തന്നെയാണ് ഞാനിനി കറി ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. അതിലേക്ക് നമ്മൾ ഗ്രാമ്പു, പട്ട, ഏലക്കയൊക്കെ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിൽ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കറിയിൽ വെളുത്തുള്ളി തീരെ ചേർക്കുന്നില്ല. ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഉള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് വഴറ്റാം. ഇവിടെ ഞാൻ പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഓൾറെഡി മുളകും മഞ്ഞളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂണ് മാത്രം മഞ്ഞൾപ്പൊടി മതി. ഇനി നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും മസാല എത്തുന്ന രൂപത്തിൽ നമുക്കിതൊക്കെ മിക്സാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു തേങ്ങയുടെ പാല് തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തിള വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ തേങ്ങാപ്പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നൈസായിട്ട് അരച്ചത്, മിക്സിയിൽ അരച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ മോളി എല്ലാം ഇവിടെ നല്ല തിള വന്നിരിക്കുന്നുണ്ട്. തിള വന്ന സമയത്ത് തന്നെ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കുരുമുളകിന് കുറച്ച് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൽ ആവശ്യത്തിന് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കണം. ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ വഴറ്റുമ്പോൾ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഉപ്പ് ഏകദേശം ഇവിടെ നല്ല കറക്റ്റാണ്. നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഒരു കിടിലൻ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.